നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കൊച്ചിയിൽ നിന്ന് വേളാങ്കണ്ണി വരുന്ന വരെയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വേളാങ്കണ്ണി എത്തി. അപ്പോൾ എന്തായാലും നിങ്ങൾ കൊച്ചിയിൽ നിന്ന് ഇവിടെ വരെ വന്ന ആ യാത്ര ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ ട്രിപ്പ് പറഞ്ഞേക്കുന്നത് 4 മണിക്കാണെങ്കിൽ 3:15 ഇപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ കയറ്റി നമ്മുടെ അടുത്തുള്ള പള്ളിയിൽ പോയി വണ്ടി ഒന്ന് വെഞ്ചരിച്ചു. അതിനുശേഷമാണ് നമ്മൾ വണ്ടി അവിടെ നിന്ന് എടുത്തത്. അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ ഇപ്പോൾ ദീപമാണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ ഞങ്ങൾ 4 മണി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഞായറാഴ്ച കൊണ്ട് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടാവും. എടപ്പള്ളി ആലുവയിലൊക്കെ ബ്ലോക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ കുറച്ച് ആക്കിയത്. പക്ഷേ വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ അങ്കമാലി വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് കൊരട്ടിയിലെ ബ്ലോക്കാണ്. കൊരട്ടിയിലെ ബ്ലോക്കിട്ടേ പെട്ടുപോകും. പക്ഷെ കൊരട്ടിയിൽ ഇപ്പോൾ എഴുതേണ്ട ഒരു ബ്ലോക്കും ഇല്ല. വണ്ടി വളരെ ഈസി ആയിട്ട് കടന്നു പോകുന്നുണ്ട് സിഗ്നലിലെല്ലാം. അപ്പോൾ അതേ ബ്ലോക്കൊന്നുമില്ല. സന്തോഷത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മുരിങ്ങൂർ ചെറിയൊരു ബ്ലോക്ക് കിട്ടി. അത് ചെറിയൊരു ബ്ലോക്കായിരുന്നു. നമ്മൾ പിന്നെ കുഴപ്പമില്ലാതെ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ബ്ലോക്ക് പ്രതീക്ഷിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആമ്പല്ലൂരാണ്. ആമ്പല്ലൂർ എത്തിയപ്പോൾ നല്ല ബ്ലോക്കാണ് കേട്ടോ. ബ്ലോക്കെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ചായ കുടിക്കണം, ടോയ്ലറ്റിൽ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാലിക്കര ടോൾ പ്ലാസ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടി ഒന്ന് സൈഡാക്കി. എല്ലാം കഴിഞ്ഞതേ വണ്ടി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടിയിൽ കൊന്തയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കുതിരാനിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര പഴയ ബ്ലോക്കാണ് ഓർമ്മ വരുന്നത്. പണ്ടത്തെ ബ്ലോക്ക് കാരണം നമുക്ക് എത്രയും സമയം അവിടെ വഴി നഷ്ടപ്പെടാറുണ്ടെന്ന് അറിയാം. അപ്പോൾ പന്നിങ്ങര ടോൾ പ്ലാസ കഴിഞ്ഞപ്പോൾ ഹൽവ മേടിക്കാൻ വേണ്ടി നമ്മൾ നിർത്തി കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒപ്പം ഓടാറുള്ള 2 പേരെ നമ്മൾ കണ്ടായിരുന്നു അവിടെ വെച്ചിട്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനും ഡീസൽ ഫില്ല് ചെയ്യാനായിട്ടൊക്കെ പമ്പിൽ നിർത്തി ഫുഡൊക്കെ കഴിഞ്ഞ് ഡീസലൊക്കെ ഫില്ല് ചെയ്ത് വണ്ടി എടുക്കാൻ പോകുന്ന കേട്ടോ. 13.70 നമുക്ക് ഫുള്ളായിട്ടോ ഡീസൽ. നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് അടക്കാഞ്ചേരി വണ്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ നെന്മാറ പാസ് ചെയ്തു കേട്ടോ. ഞങ്ങൾ ഈ വഴി നെന്മാറ, കൊല്ലങ്കോട്, പൊള്ളാച്ചി വഴിയാണ് പോകുന്നത്. അപ്പോൾ കൊല്ലങ്കോട് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ ഇപ്പോൾ ഗോവിന്ദാരം ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തു. ഇത് ഈ പാലം കടന്നു കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാടായി. അപ്പോൾ ഇത് തമിഴ്നാടിൻ്റെ ഇപ്പോൾ റോഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം മയങ്ങുമായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് ഫുഡ് കഴിച്ചാൽ കുറച്ച് നേരം ഉറങ്ങണം, എന്നാലും എനിക്ക് രാത്രി ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇടയ്ക്ക് കണ്ടറിഞ്ഞ് നോക്കുമ്പോഴേ നമ്മുടെ വണ്ടി പൊള്ളാച്ചി പഴനി ഹൈവേയിലൂടെ പറന്നുകൊണ്ടിരിക്കാൻ നീ പറപ്പിച്ചുകൊണ്ടിരിക്കാൻ. ഇപ്പോൾ ഈ പുതിയ ഹൈവേ വന്നതോടെ നമുക്ക് കുറേയേറെ സമയം ലാഭം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ പഴയ റോഡ്. കൂടാതെ ഉദുമൽപേട്ട് അങ്ങനെ ടൗണൊന്നും നമുക്ക് കയറാതെ തന്നെ നമുക്ക് നേരെ പോകാം. പിന്നെ മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ പോലീസിൻ്റെ, തമിഴ്നാട് പോലീസിൻ്റെ എൻട്രി എന്നൊരു കോമനെ പേര് വിളിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. അതിൽ നിന്നൊക്കെ കുറേയേറെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു കാര്യം കൊണ്ട്. നേരത്തെ നമുക്ക് വേളാങ്കണ്ണി പോകുമ്പോൾ തൃശ്ശൂർ, പാലിയേക്കര, പിന്നെ തമിഴ്നാട്ടിൽ 2 ടോളുകൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് പഴനി കഴിയുമ്പോൾ തന്നെ ഒരു ടോൾ വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ടോൾ കൊടുത്താലും നല്ല റോഡിൽ നമുക്ക് യാത്ര ചെയ്യാമല്ലോ. അതൊരു നല്ല കാര്യം തന്നെ. അപ്പോൾ ടോളൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കൊരു ചായ കുടിക്കണം തോന്നി. അപ്പോൾ